പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് അനുഗ്രഹിച്ച് നൽകിയൊരു ദിവസമാണിന്ന്. സ്നേഹത്തോടെ നമ്മെ ഈ ദിവസത്തിലേക്ക് കർത്താവ് വിളിച്ചു. ഈ പ്രഭാതം കാണുവാൻ കർത്താവിൻ്റെ കൃപ നമുക്കുണ്ടായി. കർത്താവിന് നമുക്ക് നന്ദി പറയാം. നന്ദിയോടെ ഈ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കാം. ഒത്തിരി സ്നേഹത്തോടെ പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവകൃപയിൽ ഈ ലോകത്തുള്ള സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്കും നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള നിയോഗം നമുക്ക് ഈ സമയം സമർപ്പിക്കാം. പ്രത്യേകിച്ച് പലതരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിൽപ്പെട്ട് കിടക്കുന്നവർ, ജീവിത പ്രശ്നങ്ങളിൽപ്പെട്ട് കിടക്കുന്നവരെ നമുക്ക് ഓർക്കാം. കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. അതുവഴി പല കാര്യങ്ങളിലും ബുദ്ധിമുട്ട് കടന്നു വരുന്നു. അങ്ങനെയുള്ള മേഖലകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതേപോലെ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളെയും ഓർക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം. ഈ ശുശ്രൂഷകളിലൂടെ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാണ് തിരുവചനം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് അനുഗ്രഹം നൽകുന്നത്. വചനത്തിൻ്റെ നിറവ് നമുക്കുണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയണം. പരിശുദ്ധാത്മാവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് വരണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്നേ ദിവസം മുഴുവനും, ഞങ്ങളുടെ ജീവിതകാലം മുഴുവനും ഉണ്ടാകുവാനായിട്ട് പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങ് കടന്നു വരണമേ. വചനത്തെ സ്നേഹിക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ തിരുവചനം ശ്രവിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. സങ്കീർത്തനങ്ങൾ 31:23. സങ്കീർത്തനങ്ങൾ 31:23. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവിൻ, അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു. കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവിൻ,
അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ ജീവിക്കണമെന്ന് ഇന്നത്തെ തിരുവചനത്തിലൂടെ കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വിശ്വസ്തരെ അവിടുന്ന് പരിപാലിക്കും. വിശുദ്ധരെ ദൈവത്തോട് ചേർന്ന് നിൽക്കണം. വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കണം. വിശ്വസ്തയോടെ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കണം. തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തതയുണ്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? വചനത്തിൽ ജീവിക്കുവാൻ വിശ്വസ്തത ഉണ്ടാവണം, വിശുദ്ധിയിൽ ജീവിക്കുവാൻ വിശ്വസ്തത ഉണ്ടാവണം, സ്നേഹത്തിൽ ജീവിക്കുവാൻ വിശ്വസ്തത ഉണ്ടാവണം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ വിശ്വസ്തത ഉണ്ടാവണം, ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാനായിട്ട് വിശ്വസ്തത ഉണ്ടാവണം. അപ്പോൾ മാത്രമേ നമുക്ക് ദൈവസ്നേഹത്തിൽ ഒരു വളർച്ച ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്, കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുവിൻ, അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വിശ്വസ്തതയുണ്ടായിരിക്കും. ഈ തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വിശ്വസ്തതയുണ്ടായിരിക്കും. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്നുവെങ്കിൽ വിശ്വസ്തതയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും. വീണ്ടും തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സങ്കീർത്തനങ്ങൾ 65:10 മുതലുള്ള തിരുവചനങ്ങൾ. അവിടുന്ന് അതിൻ്റെ ഉഴവുചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു, കട്ടയുടച്ച് നിർത്തുകയും മഴ വർഷിച്ച് അതിനെ കുതിർക്കുകയും ചെയ്യുന്നു. അവിടുന്ന് അതിൻ്റെ മുളകളെ അനുഗ്രഹിക്കുന്നു. സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു. അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി ചുരിയുന്നു, കുന്നുകൾ സന്തോഷമണിയുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ കർത്താവ് പറയുകയാണ് അവിടെ തിരുവചനത്തിലൂടെ. അവിടുന്ന് തൻ്റെ ഉഴവ് ചാലുകളെ സമൃദ്ധമായി നനയ്ക്കുന്നു. അപ്പോൾ സമൃദ്ധമായ നനയ്ക്കുന്നു, സമൃദ്ധമായ വിളവിന് വേണ്ടിയിട്ടാണ്, സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് സമൃദ്ധമായി നൽകുന്നത്. അപ്പോൾ കർത്താവ് തൻ്റെ ജീവിതത്തിൽ തന്നോട് ചേർന്ന് നിൽക്കുന്നവർക്കെല്ലാം സമൃദ്ധി നൽകുന്ന ഒരു ദൈവമാണ്. ഉഴവുചാലുകളെ നനച്ച് സമൃദ്ധി നൽകുന്നവനാണ്, ഐശ്വര്യം നൽകുന്നവനാണ്, ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവിധം ഒരുക്കുന്നവനാണ് നമ്മുടെ ദൈവം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല, മറിച്ച് അതൊരു അനുഗ്രഹമാണ്. നമ്മൾ വിചാരിക്കും ഈ ലോകത്തിൽ എല്ലാവരുടെയും മുൻപിൽ ഞാനൊരു ചെറുതായി പോകുമല്ലോ, പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാർത്ഥനയോട് താല്പര്യമുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ ഈ ലോകം നമ്മെ നോക്കി ചിരിക്കും, ഈ ലോകം പുച്ഛിക്കും. കാരണം ഈ ലോകം ബുദ്ധിയുടെ പുറകെയാണ്. ഇപ്പോൾ നടക്കുന്ന സാങ്കേതിക വളർച്ചയും മറ്റു കാര്യങ്ങളുമൊക്കെ നോക്കിക്കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ തീക്ഷ്ണതയോടുകൂടി ജീവിക്കുക, പ്രാർത്ഥനയിൽ താല്പര്യം കാണിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഈ ലോകവും ഈ ലോകത്തിലുള്ളവരും മിക്കപ്പോഴും നമ്മെ പരിഹസിക്കുകയും കളിയാക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന വിശ്വസ്തരായി തീരുന്നുണ്ട് എങ്കിൽ അനുഗ്രഹമുണ്ട് എന്നാണ് തിരുവചനം പറയുന്നത്. കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ല, കർത്താവിൻ്റെ വചനത്തിന് മാറ്റമില്ല. 7 ആവർത്തി ഉലയിൽ സ്ഫുടം ചെയ്തെടുത്തിട്ടുള്ള വെള്ളി പോലെയാണ് എന്ന് തിരുവചനം പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതൊരിക്കലും മാറൂല, അതിനൊരിക്കലും മാറ്റം സംഭവിക്കില്ല. അത് അനുഗ്രഹത്തിൻ്റെ വചനമാണ്, ശക്തിയുടെ വചനമാണ്. അപ്പോൾ കർത്താവിൽ പ്രത്യാശ വെച്ച് അവിടുത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ വിശ്വസ്തരായി ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. അവൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ വിശ്വസ്തത നമ്മോടൊത്തുണ്ടായിരിക്കും. ആ വിശ്വസ്തത നമുക്ക് കൃപയായി അനുഗ്രഹമായി മാറും. വീണ്ടും തിരുവചനത്തിൽ പരിശുദ്ധ ഗ്രന്ഥം സങ്കീർത്തനങ്ങൾ 145:16, 145 സങ്കീർത്തനം 16 തിരുവചനം. എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നു,
അങ്ങവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു. എല്ലാവരും സംതൃപ്തരാകുന്നു. എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നു. അങ്ങവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു. എല്ലാവരും സംതൃപ്തരാകുന്നു. സകലരും സംതൃപ്തരാകുന്നു. കർത്താവ് പറയാണ്, തൻ്റെ അടുത്തേക്ക് വരുന്ന എല്ലാവരും സംതൃപ്തരായി മാറുമെന്ന്. കൈ തുറന്നു കൊടുത്ത് അനുഗ്രഹങ്ങൾ അത്രയേറെ വർഷിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും സംതൃപ്തി ഉണ്ടാകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈശോയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന സകലർക്കും സംതൃപ്തി അവൻ നൽകും, സന്തോഷം അവൻ നൽകും, സമാധാനം നൽകും. നാം ചെയ്യേണ്ടതൊന്നു മാത്രം, വിശ്വസ്തയോടെ അവനോട് ചേർന്ന് നിൽക്കുവാനുള്ളൊരു മനസ്സുണ്ടാവണം. ആ വിശ്വസ്തയോടെ നമ്മൾ അവനോട് ചേർന്ന് നിന്ന് ആ കൃപയിലേക്ക് നമ്മൾ വളരാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാവും. അവൻ കൈ അഴച്ച് നമ്മെ സഹായിക്കും, അനുഗ്രഹങ്ങൾ വർഷിക്കും, കൃപയിൽ നാം വളരുകയും ചെയ്യും. അപ്പോൾ ഇന്നേ ദിവസം ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ഈ ഒരു അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മീയതയിൽ ഉണർവുള്ളവരായി തീരുവാൻ, ദൈവകൃപയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുവാൻ, ഒരിക്കലും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു നിൽക്കാതെ തീഷ്ണതയോടെ വിശ്വസ്തയോടെ അവനെ സ്നേഹിച്ച് വിശ്വസ്തതയിലായിരിക്കുന്നവർക്ക് അവൻ അനുഗ്രഹം വർഷിക്കുമെന്ന ബോധ്യത്തോടെ അവൻ്റെ സന്നിധിയിലായിരിക്കുന്ന മക്കളായി തീരുവാൻ നമുക്ക് ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സ്നേഹം നമ്മെയും നമ്മുടെ ജീവിത മേഖലകളെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഇപ്പോൾ ഓർക്കാം. ഇന്നത്തെ ദിവസം നാം സമർപ്പിച്ച നിയോഗങ്ങളുണ്ട്. പ്രത്യേകിച്ച് സാമ്പത്തിക പ്രതിസന്ധി, കുടുംബത്തിലെ ബുദ്ധിമുട്ടുകൾ, ജീവിത മേഖലയിൽ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാം നമുക്ക് ഓർക്കാം. ഈശോയുടെ സന്നിധിയിൽ അതെല്ലാം സമർപ്പിക്കാം. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഓർക്കാം. വ്യക്തിപരമായിട്ടൊരു നിയോഗം ഇന്ന് നമുക്കുണ്ടാവും. ആ നിയോഗത്തെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് ഇന്ന് ഈശോയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചവരുണ്ടാവാം, നമ്മൾ പ്രാർത്ഥിക്കേണ്ടവരായിട്ടുള്ളവരുണ്ടാവാം. നമ്മുടെ മാതാപിതാക്കൾ, പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ നമ്മുടെ ഭവനത്തിലുണ്ടാവാം. കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ടാവാം. ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവാം. അങ്ങനെയുള്ള ഓരോരുത്തരെയും നമുക്ക് ഓർത്ത് സമർപ്പിക്കാം. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് നമുക്ക് സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാം മധ്യസ്ഥം നമുക്ക് യാചിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായ വിശുദ്ധർ, അവരുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. നമ്മുടെ ഇടവകയുടെ വിശുദ്ധനെ നമുക്ക് ഓർക്കാം. ഇടവകയുടെ വിശുദ്ധൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ ഓർക്കാം. ധ്യാന കേന്ദ്രത്തിലുള്ള ശുശ്രൂഷകളെയും ഓർത്ത് സമർപ്പിക്കാം. ഗുഡ്നസ് ചാനലിനെ നമുക്ക് ഓർക്കാം. ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഗുഡ്നസ് ചാനലിനെ അനുഗ്രഹിക്കണമേ. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഓരോ വ്യക്തിയിലും ദൈവകൃപ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്ന് മരിയൻ കൂടാരങ്ങളിലായിരുന്ന് നമുക്കും നമ്മുടെ നിയോഗങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരോട് ചേർന്ന് നമുക്കും നമ്മുടെ പ്രാർത്ഥനകൾ ഉയർത്താം. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിങ്കിലേക്ക് നമുക്ക് ഉയർത്താം. സാധിക്കുന്നത്രയും ഒരു ജപമാലയൊക്കെ ചൊല്ലി, അല്ലെങ്കിൽ ഒരു കരുണജപമാല ചൊല്ലി, കുറച്ച് സമയം ബൈബിൾ വായിച്ച് നമ്മൾ സമയം ചെലവഴിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. പ്രാർത്ഥനയോടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ചുകൊണ്ട്
ഈ നിമിഷം കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. തിരുസഭതൻ രക്ഷകനെ തിരിയായി നീ തെളിയൂ. എന്നിൽ നിറയെ പുണ്യം തരണേ, വാത്സല്യത്താതൻ എന്നും നീ. എന്നിൽ നിറയെ പുണ്യം തരണേ, ഞങ്ങൾക്കെന്നും താതൻ നീ. കൃപയിൽ
ഔസേപ്പേ നീതിപാലകനേ തിരുസഭയോട് ചേർന്ന് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പിതാവിനോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും വൈദികരോടും സമർപ്പിതരോടും സന്യസ്തരോടും ദൈവജനത്തോടും ചേർന്ന് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വലിയ കൃപയുടെ ഒരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.